രാഷ്ട്രീയത്തിൽ ഒരു പതിറ്റാണ്ട് കാലം നിലനിന്ന ഒരു വലിയ രാഷ്ട്രീയ യുഗത്തിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വിരാമമായിരിക്കുന്നത്. 10 വർഷം തുടർച്ചയായി കേരളത്തിന്റെ ഭരണചക്രം തിരിക്കുകയും ഭരണസിരാ കേന്ദ്രങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചെയ്ത പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ മന്ത്രിമാരടങ്ങുന്ന പിണറായി ടീമും ഒടുവിൽ അധികാരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. ജനവിധിയിലൂടെ സംഭവിച്ച ഈ ഭരണമാറ്റം കേവലം ഒരു അധികാര കൈമാറ്റം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഭരണശൈലിക്കേറ്റ വലിയൊരു തിരിച്ചടി കൂടിയാണ്. പുതിയ UDF സർക്കാർ അധികാരമേറ്റതോടെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. അധികാരത്തിന്റെ മാറ്റത്തിനൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ വിവാദ നടപടികൾക്കെതിരെയുള്ള നിയമപരമായ നീക്കങ്ങളും അതിവേഗം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയും ഗൺമാന്മാർക്കെതിരെയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ഇതിനായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ തീരുമാനിച്ചത് വരാനിരിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ സൂചനയാണ് നൽകുന്നത്. നവകേരള യാത്രക്കിടയിൽ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രൂരമായ മർദ്ദനമാണ് ഈ കേസിന്റെ ആധാരം. അന്ന് കറുത്ത കൊടി കാണിച്ച പ്രതിഷേധക്കാരെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നാലെ എത്തിയ എസ്കോട്ട് വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങിയ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപും ചേർന്ന് ലാത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തു. അന്ന് മർദ്ദനമേറ്റവരിൽ പ്രമുഖനായ KSU നേതാവ് AD തോമസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയം നേടി നിയമസഭയിലെത്തി എന്നതും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ്. തന്നെ ക്രൂരമായി മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോയ തോമസിന് ലഭിച്ച ജനവിധി കൂടിയായിരുന്നു ആ വിജയം. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ഈ പുതിയ തീരുമാനത്തെ തനിക്ക് ലഭിച്ച നീതിയായാണ് AD തോമസ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ സംഭവത്തെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഗൺമാന്മാർ നടത്തിയത് മർദ്ദനമല്ലെന്നും മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. പോലീസിൽ പരാതി നൽകിയിട്ടും വീഡിയോ തെളിവുകൾ ഉണ്ടായിട്ടും അന്ന് കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള ഇടപെടലും രാഷ്ട്രീയ സ്വാധീനവുമാണ് അന്ന് അന്വേഷണം അട്ടിമറിക്കാൻ കാരണമായതെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപിച്ചിരുന്നു. പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ഗൺമാന്മാർക്കെതിരെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരായത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തുവെങ്കിലും കഴിഞ്ഞ 1.5 വർഷമായി യാതൊരുവിധ പുരോഗതിയും ഈ കേസിൽ ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരികയും കോടതി ഉത്തരവ് നടപ്പിലാക്കുക എന്ന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇതൊരു രാഷ്ട്രീയ പകപോക്കലല്ലെന്നും നിയമത്തിന്റെ സ്വാഭാവികമായ വഴിയാണെന്നുമാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ അന്വേഷണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ക്രമസമാധാന പാലനത്തിന്റെ പരിധി ലംഘിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ തെരുവിൽ നേരിട്ടത് ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന വിമർശനം ശക്തമായിരുന്നു. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയായാണ് UDF കേന്ദ്രങ്ങൾ ഈ തീരുമാനത്തെ ആഘോഷിക്കുന്നത്. 10 വർഷത്തെ ഭരണത്തിൽ പിണറായി വിജയൻ ടീം കെട്ടിപ്പടുത്ത പല പോലീസ് നയങ്ങളും ഭരണരീതികളും പൊതുജനമധ്യത്തിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരുന്നു. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന രീതിയും വിയോജിപ്പുകളെയും പ്രതിഷേധങ്ങളെയും അക്രമത്തിലൂടെ നേരിടുന്ന ശൈലിയും ജനങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഈ അസംതൃപ്തിയുടെ ആകെ തുകയാണ് ഭരണവിരുദ്ധ തരംഗമായി മാറി LDFനെ പ്രതിപക്ഷ നിരയിലേക്ക് തള്ളിവിട്ടത്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഇടതുപക്ഷത്തിനകത്തും വലിയ ആത്മപരിശോധനകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. പുതിയ അന്വേഷണ സംഘത്തിന്റെ വരവോടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖ വ്യക്തികളിലേക്ക് അന്വേഷണം നീളുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം പോലീസിനെ നിഷ്ക്രിയമാക്കാനും പ്രതികളെ സംരക്ഷിക്കാനും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഉയർന്ന തലത്തിൽ നിർദ്ദേശങ്ങൾ പോയിരുന്നു എന്ന ആരോപണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഗൺമാന്മാർക്ക് പുറമെ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പുതിയ അന്വേഷണ പരിധിയിൽ വരുമെന്നുറപ്പാണ്. ഈ മാറ്റം ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും.
രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭരണം മാറുമ്പോൾ നിയമം തങ്ങളെ തേടിയെത്തുമെന്ന വലിയ പാഠമാണ് ഈ സംഭവം നൽകുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് എല്ലാവിധ സംരക്ഷണവും അനുഭവിച്ചിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിയമ നടപടികളെ ഭയക്കേണ്ട അവസ്ഥയിലാണ്. ഇത് വരും ദിവസങ്ങളിൽ പോലീസ് സേനയുടെ പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തിയേക്കാം. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണ പ്രഖ്യാപനം രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ പിണറായി വിജയന് തന്റെ മുൻ സുരക്ഷാ ജീവനക്കാർക്കെതിരെയുള്ള ഈ നീക്കങ്ങളെ സഭയ്ക്കുള്ളിലും പുറത്തും പ്രതിരോധിക്കേണ്ടി വരും. ജനവിധി മാനിക്കുന്നുവെന്നും ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും പിണറായി വിജയൻ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം കേസുകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തും. ഭരണ തുടർച്ചയുടെ ലഹരിയിൽ ജനങ്ങളിൽ നിന്നും അകന്നു പോയതാണ് പിണറായി ടീമിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയെങ്കിലും താഴെത്തട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അമിത അധികാര പ്രയോഗങ്ങളും അഴിമതി ആരോപണങ്ങളും സർക്കാരിന്റെ അടിത്തറയിളക്കി. നവകേരള സദസ്സ് പോലുള്ള ജനകീയ പരിപാടികൾ പോലും ഇത്തരം അക്രമ സംഭവങ്ങൾ കാരണം വിവാദ നിഴലിലാവുകയാണ് ചെയ്തത്. ആ വീഴ്ചകളുടെ തുടർച്ചയാണ് ഇപ്പോൾ അന്വേഷണ തീരുമാനത്തിലൂടെ കോൺഗ്രസ് പുറത്തെടുക്കുന്നത്. അതേസമയം UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം തങ്ങളുടെ അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. കഴിഞ്ഞ 10 വർഷമായി തെരുവിൽ പോലീസിന്റെയും ഭരണപക്ഷത്തിന്റെയും മർദ്ദനങ്ങൾക്കിരയായ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനമാണ് ഇതിലൂടെ സർക്കാർ നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴയിലെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി മഹസർ തയ്യാറാക്കാനും സാക്ഷികളുടെ മൊഴിയെടുക്കാനും ആരംഭിക്കും. ഗൺമാന്മാർക്കെതിരെയുള്ള തെളിവുകൾ ഇതിനകം തന്നെ പൊതുമധ്യത്തിലുള്ളതിനാൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സാധ്യത. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം അവസാനിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയ്ക്കാണ് തുടക്കമായിരിക്കുന്നത്. അധികാരത്തിന്റെ തണലിൽ ജനങ്ങളെ വെല്ലുവിളിച്ചവർക്ക് നിയമത്തിന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരുമെന്ന സന്ദേശമാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്നത്. പിണറായി ടീമിന്റെ പുറത്താക്കലും ഗൺമാന്മാർക്കെതിരെയുള്ള അന്വേഷണവും വരും നാളുകളിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുമെന്നതിൽ സംശയമില്ല.